നമസ്കാരം. മധ്യപ്രദേശിൽ ജൂലൈ 25 നടന്ന അതിക്രൂരമായ ഒരു കൊലപാതകം. അതായിരുന്നു മോഹിത് കൊലപാതക കേസ്. സംഭവത്തിൽ ഇപ്പോൾ പ്രതികൾ പിടിയിലായിരിക്കുകയാണ്. സ്വത്ത് തട്ടിയെടുക്കാൻ നടത്തിയ നീക്കത്തിനൊടുവിൽ നടന്ന ഒരു കൊലപാതകം. പുറത്തുവന്ന വിവരങ്ങളാകട്ടെ പോലീസിനെ പോലും ഞെട്ടിക്കുന്നത്. ജാർഖണ്ഡിലേക്ക് പോകുമ്പോൾ അവിടെ നാട്ടിലെ ഉത്സവ സമയത്ത് സുഹൃത്തുമായുണ്ടായ ഒരു തർക്കം. പിന്നീട് ആ വൈരാഗ്യം മനസ്സിൽ വെച്ച് നടന്നത് ഒരു വർഷത്തോളമാണ്. ഒടുക്കം കൂട്ടാളികളുമായി ചേർന്ന് നടത്തിയ കൊലപാതകം. ഈ വാർത്തകളെ പറ്റി വിശദമായി നോക്കാം. സ്വാഗതം നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. നാട്ടിലെ ഉത്സവ സമയത്ത് സുഹൃത്തുമായി ഉണ്ടായ ഒരു തർക്കം. ആ തർക്കമൊടുക്കം കലാശിച്ചത് കൊലപാതകത്തിലാണ്. 30-കാരനായ ജോൺ ഗാഗ്രിയുടെ മൃതദേഹം പല കഷ്ണങ്ങളായി ജാർഖണ്ഡിലെ ചൈബാസയിൽ നിന്ന് കണ്ടെത്തുമ്പോൾ പോലീസ് പോലും കരുതി കാണില്ല ഇതിന് പിന്നിൽ ഇത്ര വലിയ ഞെട്ടിക്കുന്ന ഒരു കഥയുണ്ടെന്ന്. ഓഗസ്റ്റ് 2, അതായത് 2 ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അർഗുണ്ടി ഗ്രാമത്തിലെ കോട്സോണ നദിയിൽ തലയില്ലാത്തതും കൈകാലുകളില്ലാത്തതുമായ ഒരു മൃതദേഹം പൊങ്ങിക്കിടക്കുന്നതായി പോലീസിന് വിവരം ലഭിക്കുന്നത്. വിവരം ലഭിച്ച ഉടൻ തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തി മൃതദേഹം കസ്റ്റഡിയിലെടുത്തു. പിന്നീട് ഗ്രാമവാസികളുടെ അടക്കം സഹായത്തോടെ മൃതദേഹത്തിന്റെ ശരീരഘടനയും വസ്ത്രധാരണവും ഒക്കെ നോക്കി കൊല്ലപ്പെട്ടത് അർഗുണ്ടി ഗ്രാമവാസിയായ 30-കാരനായ ജോൺ ഗഗാറായാണെന്ന് കണ്ടെത്തി. തുടർന്ന് ചൈബാസ പോലീസ് സ്റ്റേഷനിലെ ഡോഗ് സ്ക്വാഡിന്റെയും ഗ്രാമവാസികളുടെയും ഒക്കെ സഹായത്തോടെ മുറിച്ചുമാറ്റിയ കൈകാലുകളും പോലീസ് കണ്ടെത്തി. പിന്നീട് എത്ര തെരഞ്ഞിട്ടും മുറിച്ചുമാറ്റപ്പെട്ട ജോൺ ഗഗാറായുടെ തല കണ്ടെത്താൻ അന്ന് പോലീസിന് സാധിച്ചിരുന്നില്ല. തുടർന്ന് ജോണിന്റെ പിതാവ് ഗോപിനാഥ് ഗഗാറായി നടത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്നത്. പോലീസ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. सूचना को मिलते हुए मुफस्सिल थाना द्वारा जब घटनास्थल पर प्रस्थान किया गया तो बिना सरोपा होने के कारण उसका पहचान ग्रामीणों के माध्यम से कराया गया. तो उसकी पहचान अरगुंडी निवासी जॉन गागराई के रूप में हुई और इसमें पुलिस केंद्र से डॉग स्क्वाड और ग्रामीणों की सहायता से शव के अन्य हिस्सों की तलाश की गई. काफ़ी प्रयास के बाद उसका दोनों हाथ और दोनों पैर बरामद किया गया था, लेकिन सर की बरामदगी नहीं हो सकी. इस संबंध में मृतक के पिता गोपीनाथ गागराई के बयान पर मुफस्सिल थाना में कांड संख्या 103/2026 दर्ज किया गया और मामले की संवेदनशीलता को देखते हुए पुलिस अधीक्षक महोदय द्वारा एक विशेष टीम का गठन किया गया. विशेष टीम द्वारा त्वरित रूप से अनुसंधान करते हुए और इस मामले में तकनीकी एवं अन्य माध्यमों से अनुसंधान करते हुए छापामारी करते हुए इस घटना में जो मृतक के साथ अंतिम समय में था उदय जामू था, उसे हिरासत में लिया गया और उससे गंभीर कठोरतापूर्वक पूछताछ करने से उसके बारे में बताया गया कि उसने आपसी रंजिश में अपने अन्य 8 साथियों की मदद से उसकी कुल्हाड़ी और हसुआ से उसकी हत्या कर दी. ജോൺ കൊല്ലപ്പെടാനുണ്ടായ കാരണമായിരുന്നു ഏവരെയും ഞെട്ടിച്ചത്. കഴിഞ്ഞ വർഷം ഗ്രാമത്തിലെ മാഘ ഉത്സവത്തിനിടെ ജോണും സുഹൃത്ത് ഉദയ് ജമുദയും നിസ്സാരമായൊരു കാര്യത്തിൽ തർക്കമുണ്ടായി. അവിടെ വായിച്ചുകൊണ്ടിരുന്ന ഒരു പരമ്പരാഗത വാദ്യോപകരണം നിർത്തിവെച്ച് ജോൺ DJ സോങ് പ്ലേ ചെയ്യാൻ പറഞ്ഞതായിരുന്നു അന്നത്തെ തർക്കത്തിന് കാരണം. ഈ തർക്കമാണ് ഒരു വർഷം കാത്തിരുന്ന ഒരാളുടെ ജീവൻ എടുക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത്. സുഹൃത്ത് ഉദയും മറ്റ് 8 കൂട്ടാളികളും ചേർന്ന് ജോണിനെ കോടാലിയും അരിവാളും ഉപയോഗിച്ച് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതക ശേഷം തെളിവ് നശിപ്പിക്കാനായി അവർ ജോണിന്റെ മൃതദേഹം കഷ്ണങ്ങളാക്കി നദിയിലേക്ക് എറിഞ്ഞു. വെട്ടിമാറ്റിയ തലയാകട്ടെ കുറച്ചകലെയുള്ള കിണറ്റിലേക്കും. ഈ കിണറ്റിൽ നിന്ന് പിന്നീട് ജോണിന്റെ വെട്ടിമാറ്റിയ തല കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് ഉദയെ ചോദ്യം ചെയ്തതിലൂടെ ഇതേ കിണറ്റിൽ നിന്നും കൊലപാതകത്തിന് ഉപയോഗിച്ച മറ്റായുധങ്ങളും പോലീസ് കണ്ടെത്തി. രാംസിംഗ് ജമുദ എന്ന സിക്കന്ദർ ജമുദ, ഗണേഷ് ജമുദ, നാർദേ ജമുദ, ഉദയ് ജമുദ എന്നിവരെയാണ് നിലവിൽ പോലീസ് പിടികൂടിയിട്ടുള്ളത്. മറ്റ് 2 പ്രതികൾക്കായി ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. ജോണിനെ കൊലപ്പെടുത്തുന്നതിനിടെ ഉദയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ പരിക്കോടെ തന്നെയാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്.
ഒരുപാട് കാലം കാത്തിരുന്ന് കുറെ ബുദ്ധിമുട്ടി വ്യോമസേനയിൽ ജോലി നേടിയെടുത്ത ഒരു യുവാവ് ജോലിസ്ഥലത്തേക്ക് പോകുന്നതിന് തൊട്ട് തലേ ദിവസം അതിദാരുണമായി കൊല ചെയ്യപ്പെടുന്നു. ഭൂമിയോടും സ്വത്തിനോടുമുള്ള അടങ്ങാത്ത കൊതി ഇല്ലാതാക്കിയത് ഒരു ചെറുപ്പക്കാരന്റെ ജീവനാണ്. ജൂലൈ 25-ന് നടന്ന മോഹിത് കൊലപാതക കേസിൽ ഇപ്പോൾ വൻ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. വ്യോമസേനയിൽ ചേരുന്നതിന് ഒരു ദിവസം മുൻപാണ് പുസ്ലി ഗ്രാമത്തിലെ താമസക്കാരനായ മഞ്ജിത് ഗാൽഫത്തിന്റെ മകൻ മോഹിത് കൊല്ലപ്പെടുന്നത്. വ്യോമസേനയിൽ തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ആഘോഷത്തിനായി ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ പ്രസാദമായി നൽകാനും വിതരണം ചെയ്യാനുമായി ഗ്രാമത്തിലെ കടയിൽ സോൻപപ്പടി വാങ്ങാൻ പോയതായിരുന്നു മോഹിത്. പിന്നീട് ഏറെ നേരം കഴിഞ്ഞിട്ടും മടങ്ങിയെത്തിയില്ല. മകൻ മടങ്ങി വരാതെ വന്നതോടെ പിതാവ് പോലീസിൽ പരാതിയും നൽകി. അന്വേഷണം ആരംഭിച്ച പോലീസ് തൊട്ടടുത്ത ദിവസം നടത്തിയ തെരച്ചിലിൽ മോഹിത്തിന്റെ ഷൂസും മൊബൈൽ ഫോണും അവിടെ അടുത്തുള്ള ഫാമിന് സമീപം സംശയാസ്പദമായ നിലയിൽ കണ്ടെടുത്തു. SDRF സംഘം ഫാമിലെ 3-4 കിണറുകളിൽ നടത്തിയ തെരച്ചിലിൽ ഒരു കിണറിൽ നിന്ന് മോഹിത്തിന്റെ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു. മോഹിത്തിന്റെ കഴുത്തിൽ ഒരു കമ്പി മുറുക്കി കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. പിന്നീട് വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ശ്വാസം മുട്ടിയാണ് മരണമെന്ന് സ്ഥിരീകരിച്ചു. പിന്നീട് പോലീസ് സൂപ്രണ്ട് ജെയിൻ നേരിട്ട് സംഭവസ്ഥലം സന്ദർശിക്കുകയും സമഗ്രമായ പരിശോധന നടത്തുകയും ചെയ്തു. അന്വേഷണത്തിനായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ശാസ്ത്രീയവും സാങ്കേതികവുമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേഗത്തിലാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ആ അന്വേഷണത്തിൽ വെളിപ്പെട്ട വസ്തുതകൾ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. മരിച്ച മോഹിത്തിന്റെ സഹോദരി ശിവാനി 2 വർഷം മുൻപാണ് രാജ എന്ന യുവാവിനെ വിവാഹം കഴിക്കുന്നത്. രാജയാകട്ടെ തന്റെ ഭാര്യാപിതാവായ മഞ്ജിത് ഗാൽഫത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഏകദേശം 8 ഏക്കർ കൃഷിഭൂമി സ്വന്തമാക്കാനുള്ള നീക്കത്തിലായിരുന്നു. പിന്നീട് മോഹിത് ഇല്ലാതായാൽ ഭാവിയിൽ ഭാര്യ ശിവാനിയിലൂടെ ഈ ഭൂമി സ്വന്തമാക്കാൻ കഴിയുമെന്ന് രാജ വിശ്വസിച്ചു. അതേസമയം തന്നെ മറുവശത്ത് മോഹിത്തിന്റെ മുത്തച്ഛനായ വാമൻ ഗാൽഫത്തിന്റെ മകൻ സജ്ജയുടെയും നാരായണൻ ഗാൽഫത്തിന്റെ മകൻ ആകാശിന്റെയും കുടുംബങ്ങൾ കൃഷിയിടത്തെയും ജലസേചനത്തെയും ഒക്കെ ചൊല്ലി വർഷങ്ങളായി തന്നെ മഞ്ജിത്തും മോഹിത്തുമായി തർക്കത്തിലായിരുന്നു. ഒടുക്കം ആകാശും സഞ്ജയും രാജയും ഒത്തുചേർന്നാണ് മോഹിത്തിനെ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചന നടത്തുന്നത്. ആകാശിന്റെ പിതാവ് നാരായണാകട്ടെ കൊലപാതക ശേഷം 3 പേരെയും സംരക്ഷിക്കാമെന്ന് വാക്ക് നൽകുകയും ചെയ്തു. മോഹിത് വ്യോമസേനയിൽ ചേരുന്നതിന് മുൻപ് കൊലപാതകം നടത്താനായിരുന്നു അവരുടെ തീരുമാനം. അങ്ങനെ ഏകദേശം 20 ദിവസത്തോളം നീണ്ടുനിന്ന ഗൂഢാലോചനകൾക്കൊടുവിലാണ് ഒന്നും അറിയാത്ത മോഹിത് എന്ന ചെറുപ്പക്കാരനെ അവർ ഇല്ലാതാക്കുന്നത്. മോഹിത്തിനെ കൊലപ്പെടുത്തിയ മൃതദേഹം ഒരു അപകടമോ തിരോധാനമോ ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ മറവ് ചെയ്യാനാണ് അവർ തീരുമാനിച്ചത്. അങ്ങനെയാണ് കാണാതാകുന്ന അന്ന് രാത്രി കടയിൽ പോയി മടങ്ങുകയായിരുന്ന മോഹിത്തിനെ സഞ്ജയും ആകാശും ചേർന്ന് മോട്ടോർ സൈക്കിളിൽ കയറ്റി ഗ്രാമത്തിന് പുറത്തെ വയലിലുള്ള ഒരു കുടിലിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് മൂവരും ചേർന്ന് കഴുത്തിൽ വയർ മുറുക്കി മോഹിത്തിനെ കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ട മോഹിത്തിനെ പിന്നീട് ഫാമിലെ കിണറ്റിൽ എറിയുകയാണ് ഉണ്ടായത്. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് മോഹിത്തിന്റെ ഷൂസ് രണ്ടാമത്തെ കിണറിനടുത്ത് ഉപേക്ഷിച്ചത്. എന്നാൽ പോലീസ് നടത്തിയ വിശദമായ തെരച്ചിലിൽ മൃതദേഹം അന്ന് കണ്ടെത്തുകയായിരുന്നു. അവിടെ വെച്ച് കണ്ടെടുത്ത മോഹിത്തിന്റെ മൊബൈൽ ഫോണാണ് കേസിൽ വലിയ തരത്തിലുള്ള വഴിത്തിരിവുണ്ടാക്കിയത്. സംഭവത്തിൽ 3 പ്രതികളെയും ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഗുജറാത്തിലെ ധ്രംഗദ്ര ജൈന തീർത്ഥാടന കേന്ദ്രത്തിൽ ഇന്നലെ നേരം പുലർന്നത് അവിടുത്തെ ഒരു പുരോഹിതന്റെയും ഭാര്യയുടെയും മരണവാർത്തയുമായിരുന്നു. പുലർച്ചെ തീർത്ഥാടന കേന്ദ്രത്തിലെത്തിയ നടത്തിപ്പുകാർ കണ്ടത് ഫാനിൽ തൂങ്ങി നിൽക്കുന്ന പുരോഹിതനെയും ചോരയിൽ കുളിച്ച് നിലത്ത് കിടക്കുന്ന ഭാര്യയുമാണ്. എന്താകും ഒരു രാത്രി കൊണ്ട് അവർക്ക് ഇരുവർക്കും ആ തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ച് സംഭവിച്ചിട്ടുണ്ടാവുക?
സ്വദേശിയായ പുരോഹിതൻ പ്രവീൺ ഋത്വയെയും ഭാര്യ വർഷാബെന്നിനെയും ധങ്കദ്ര ഹൽവാദ് ഹൈവേയിലെ ചുളി ഗ്രാമത്തിനടുത്തുള്ള തരംഗ ജെയിൻ തീർത്ഥധാമിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മരിച്ച പ്രവീണും വർഷാബെന്നും ഛോട്ടാ ഉദയ്പൂർ ജില്ലയിലെ ബോഡേലിയിൽ നിന്നുള്ളവരാണ്. കഴിഞ്ഞ 6 വർഷമായി പ്രവീൺ ജെയിൻ തീർത്ഥധാമിൽ പുരോഹിതനായി സേവനമനുഷ്ഠിച്ചു വരുന്ന ഒരാൾ കൂടിയാണ്. ഇന്നലെ രാവിലെയാണ് വളരെ അപ്രതീക്ഷിതമായി പ്രവീണിന്റെയും ഭാര്യയുടെയും മരണം സംഭവിക്കുന്നത്. ഇന്നലെ പുലർച്ചെ തീർത്ഥാടന കേന്ദ്രത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർമാർ എത്തി പുരോഹിതന്റെ മുറി തുറന്നപ്പോഴാണ് ഇരുവരുടെയും മരണവാർത്ത പുറംലോകം അറിയുന്നത്. ഭർത്താവ് പ്രവീൺ സീലിംഗിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ വസ്ത്രത്തിലാകട്ടെ രക്തക്കറയും ഉണ്ടായിരുന്നു. അതേ മുറിയിൽ തന്നെ നിലത്ത് രക്തത്തിൽ കുളിച്ച നിലയിലാണ് ഭാര്യ വർഷാബെന്നിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. അവരുടെ മൃതദേഹത്തിന് സമീപത്തായി രക്തം പറ്റിയ ഒരു മരത്തടിയും ഉണ്ടായിരുന്നു. പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ഇരുവരും തമ്മിലുണ്ടായ സംഘർഷം ഒടുക്കം വർഷയെ കൊല്ലുന്നതിലേക്ക് എത്തിയെന്നാണ് പോലീസ് പറയുന്നത്. പിന്നാലെ തന്നെ ഈ കൊലപാതകത്തിൽ ഭയന്ന് പ്രവീൺ ആത്മഹത്യ ചെയ്തതാകാം. എങ്കിലും പോലീസിന് സംശയങ്ങൾ ബാക്കിയാവുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമേ കൃത്യമായ മരണകാരണം വ്യക്തമാകൂ. ધામનગર તાલુકાના ચુલી ગામે જે તારંગા વિહાર ધામ છે ત્યાં પ્રવીણભાઈ ઉદયસિંહ રાઠવા અને તેમના પત્ની વર્ષાબેન પ્રવીણભાઈ રાઠવા બંને ત્યાં કામ કરતા હતા, જેમાં પ્રવીણભાઈ ત્યાં દેરાસરમાં પૂજારીનું કામ કરતા હતા. ગઈકાલે અમને બપોરના ભાગે જે વર્દી મળી કે ભાઈ ત્યાં એક ગળે ફાંસો ખાધી હાલતમાં વ્યક્તિ છે પૂજારી, અને તાત્કાલિક સ્થળ પર જઈને તપાસ કરતા જાણવા મળેલ કે ત્યાંના જે મેનેજર છે ભાઈ રાકેશભાઈ દલપતભાઈ રામાનુજ, તેઓએ જાહેરાત આપેલ, જે આધારે ત્યાં તપાસ કરતા ગળે ફાંસો ખાધેલ હાલતમાં પ્રવીણભાઈ મળી આવેલ. એમની પત્ની વર્ષાબેન ને લોહી લુણા હાલતમાં નીચે લાશ પડી હતી. જે અંદર વિગતે તપાસ કરતા હકીકત એવી છે કે બંને પતિ પત્ની વચ્ચે સામાન્ય તકરાર થયેલ અને એમાં એકદમ આવેશમાં આવીને પ્રવીણભાઈએ ઘરમાં જે લાકડી પડી હતી રૂમમાં એ એમના બેનના માથાના ભાગે મારી, જે ગંભીર ઇજા થતાં લોહી લુહાણ હાલતમાં તે ત્યાં સ્થળ પર મરણ ગયું. നിലവിൽ പോലീസ് സംഭവസ്ഥലത്തെത്തി വിവരങ്ങളും തെളിവുകളും ഒക്കെ ശേഖരിച്ചിട്ടുണ്ട്. പ്രാഥമിക പരിശോധനയിൽ കൊല്ലപ്പെട്ട വർഷാബെന്നിന്റെ ശരീരത്തിൽ ഗുരുതരമായ മുറിവുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായോ എന്ന സംശയം പോലീസിനുണ്ടാകുന്നത്. പ്രവീൺ ഭാര്യ വർഷയെ മൂർച്ചയുള്ള ഒരു വസ്തു കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയും തുടർന്ന് തൂങ്ങി മരിക്കുകയും ചെയ്തിരിക്കാമെന്നാണ് ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം. എങ്കിലും ഇതൊരു കൊലപാതകമാണോ എന്ന സംശയവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. തീർത്ഥാടന കേന്ദ്രത്തിലെ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. ഇരുവരുടെയും മരണത്തിൽ മൂന്നാമതൊരാൾക്ക് പങ്കുണ്ടോ എന്ന സംശയത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. ഏതായാലും സംഭവം ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ ആളുകൾക്കും മറ്റു പുരോഹിതർക്കുമിടയിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. രാജസ്ഥാനിലെ ബൻസ്വരയിൽ നിന്നാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവരുന്നത്. ബന്ധുക്കൾ തമ്മിലുണ്ടായ തർക്കത്തിനൊടുവിൽ മക്കൾക്ക് മുന്നിൽ വെച്ച് പിതാവിനെ കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ ഞെട്ടലിൽ നിന്നും ഇതുവരെ പുറത്തു കടന്നിട്ടില്ല ആ കുടുംബവും ആ കുട്ടികളും. ബൻസുര നഗരത്തിലെ രാജ്തലവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ദാഹോദ് റോഡിലെ മാരുതി നഗറിലെ ബഞ്ചാര സെറ്റിൽമെന്റിലാണ് ഈ ദാരുണമായ സംഭവമുണ്ടായത്. തന്റെ ബന്ധുവായ യുവാവിനെ വാളുകൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് രാജേഷ് എന്ന യുവാവ്. മരിച്ചയാളുടെ 3 കൊച്ചുകുട്ടികളുടെ കൺമുന്നിലാണ് ഏറ്റവും ദാരുണമായി ഈ സംഭവം അരങ്ങേറിയത് എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. പിതാവ് അനിലിനെ അയാൾ ആക്രമിക്കുന്നതും രക്തം വാർന്ന് ജീവന് വേണ്ടി പിടയുന്നതുമെല്ലാം ആ കുട്ടികൾ നേരിട്ട് കണ്ടു നിൽക്കുകയായിരുന്നു. പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം മരിച്ച അനിൽ രാത്രി വൈകി ഭാര്യയും 3 കുട്ടികളുമൊത്ത് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അളിയനായ രാജേഷ് വീടിന് പുറത്തെത്തി അനിലിനെ പുറത്തേക്ക് വിളിച്ചിറക്കുകയായിരുന്നു. പുറത്തു വന്നു നിൽക്കുന്നത് അടുത്ത ബന്ധുവായതുകൊണ്ട് തന്നെ മക്കളെയും കൂട്ടിയായിരുന്നു അനിൽ പുറത്തേക്ക് ഇറങ്ങി വന്നത്. പുറത്തെത്തിയ അനിലും രാജേഷുമായി പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് തർക്കത്തിലാവുകയായിരുന്നു. തർക്കം കൂടുതൽ രൂക്ഷമായപ്പോൾ പ്രതി തന്റെ മോട്ടോർ സൈക്കിളിൽ സൂക്ഷിച്ചിരുന്ന വാൾ പുറത്തെടുത്ത്
അനിലിനെ കുത്തുകയായിരുന്നു. ഗുരുതരാവസ്ഥയിലായ ഇയാളെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വഴിയിൽ വെച്ച് മരിച്ചു. रात की घटना है। ये जो अनिल है ये राजेश का साला लगता है और राजेश इसका जीजा है। इनके बीच में कोई कहा सुनी हुई थी रात को, जिसको आवेश में आके राजेश ने तलवार से इस पे वार कर दिया, जिससे इसकी मृत्यु हो गई। अभी तक मुख्य कारण का जानकारी नहीं मिली है क्योंकि अनिल ने भी उस समय बयान नहीं दे सकता था और फैमिली वालों ने भी अभी उस स्ट्रेस में है कि एक बार इलाज करा रहे थे और अभी राजेश जो है वो फरार है। परिजनों ने यही बताया कि कोई लड़ाई झगड़ा हुआ था इनके बीच में, अनिल और इसकी वाइफ के बीच में कोई लड़ाई झगड़ा हुआ था, जिससे वो राजेश के वहाँ पे आई थी। फिर समझा बुझा के वापस भेज दिया था इसको उसके घर पे। फिर राजेश आवेश में आके तलवार लेके आया और अनिल के घर के बाहर उसको बुलाया और कैनाल के पास उसके तलवार से वार किया। ഈ കുറ്റകൃത്യം ചെയ്ത ശേഷം പ്രതി സംഭവസ്ഥലത്ത് നിന്ന് പിന്നീട് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പോലീസ് ഇപ്പോൾ പ്രതിക്കായി തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ചയുടൻ രാജ്തലവ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് സ്ഥലത്തെത്തി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. കൊലപാതകത്തിന് പിന്നിലെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. സംഭവം നേരിൽ കണ്ടതിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും ആ കുട്ടികളുള്ളത്. ട്വന്റി അവർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.